ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമുക്ക് 4th ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഓക്കെ, 4ാമത്തെ ഡോക്യുമെന്റ്സ്. ഫോർത്ത് ചാപ്റ്റർ ആണ്. 4ാമത്തെ ചാപ്റ്റർ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോണ്ട്? എന്താണ് ഫോണ്ട്? നമ്മള് എന്തിനാണ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിന് നമുക്ക് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം അല്ലെ, കളർ ചെയ്യാം, ബോൾഡ് ചെയ്യാം, സ്റ്റൈല് മാറ്റി കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഫോണ്ട് എന്ന് പറഞ്ഞാൽ. ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കളർ ചെയ്യാനും അതുപോലെ സൈസ് കളർ ഒക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൈസും സ്റ്റൈൽസും കാര്യങ്ങളും മാറ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ, ഫോണ്ട് എന്ന് പറഞ്ഞ. ഇനി എന്താണ് ടൈപ്പിംഗ് ടെക്സ്റ്റ്? ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇടത് നിന്നും വലത്തിലോട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലെ. ടൈപ്പിംഗ് ടെക്സ്റ്റ് നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് കേഴ്സർ വെക്കാം. കേഴ്സർ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് തുടങ്ങുക. നമ്മൾ സാധാരണയായിട്ട് എവിടെ നിന്നാണ്, ഇടതുവശം നിന്നും വലതുവശത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഒരു ടൈപ്പിനാണ് നമ്മൾ എന്താ പറയാ, ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്ന് പറയാം. ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇടതുവശം നിന്നും വലതുവശത്തേക്കാണ് കൊണ്ടുപോകാറ്. അതിനെയാണ് നമ്മൾ ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പാരഗ്രാഫ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ എടുത്താണോ? അപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ എടുത്തതെന്ന് പറയോ? എല്ലാം കൂടി നമ്മൾ കൺഫ്യൂഷൻ ആവാം. 2ാമത്തെ ചാപ്റ്റർ എടുത്തായിരുന്നോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തായിരുന്നോ? ഹലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തതാണോ? ഇല്ല. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കാട്ടോ നമുക്ക്. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമാൻഡ്സ് നിർദ്ദേശങ്ങളൊക്കെ പകരം എന്താണ് വേണ്ടത്, അടയാളങ്ങൾ അഥവാ ചിത്ര സഹായത്താൽ നിർദ്ദേശം കൊടുത്തതാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അത് ചിത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ചിത്രങ്ങളുടെ നിർദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമാൻഡ്സ് ഒക്കെ കൊടുക്കുന്നത് ആർക്ക്, കമ്പ്യൂട്ടറിന്. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് വിൻഡോസ് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? വിൻഡോസ് 95, പിന്നെ എന്താണ്, യുണിക്സ്, ലിനക്സ്, MS DOS, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരിക. ഇനി എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ സ്ക്രീനില് ഒരു മേഖലയാണ് വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രീനിലെ ഒരു മേഖലയാണ് വിൻഡോ എന്ന് പറഞ്ഞാൽ. വിൻഡോസിൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, വിൻഡോസ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ, അപ്പൊ വിൻഡോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യുക, ഡെസ്ക്ടോപ്പ് സ്ക്രീനിന്റെ താഴെ ഇടത് മൂലയിൽ എവിടെയാണ് സ്റ്റാർട്ട് എന്ന് കാണാം. എവിടെയാണ് സ്റ്റാർട്ട് വിൻഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എന്തിനാ ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്തതിൽ ശേഷം സ്റ്റാർട്ട് മെനു എന്നറിയപ്പെടുന്ന അടുത്ത സ്ക്രീൻ വരും. സ്റ്റാർട്ട് മെനു എന്നറിയപ്പെടുന്ന അടുത്ത സ്ക്രീൻ വന്നതിന് ശേഷം പ്രോഗ്രാംസ്, റൺ, ഷട്ട് ഡൗൺ എന്നിങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ എന്തൊക്കെയാണ്, ഇന്റർനെറ്റ്, ഷട്ട് ഡൗൺ, പ്രോഗ്രാം, റൺ.
പല പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന കമാൻഡുകൾ ഈ സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. ഓരോ കമാൻഡ് എന്ത് ചെയ്യണമെന്ന് താഴെ പറയുന്നു. പേജ് നമ്പർ 25 കാര്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. 25 ട്ടോ. എല്ലാരും പേജ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, പ്രോഗ്രാംസ് ഇതെന്തിനാണ് നമ്മൾ സ്റ്റാർട്ട് വിൻഡോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ട് വിൻഡോയില് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാവുന്നത്? പ്രോഗ്രാംസ് അറിയാം, ഡോക്യുമെന്റ്സ് അറിയാം, സെറ്റിംഗ്സ് അറിയാം, ഫൈൻഡ് അറിയാം, ഫോർമാറ്റ് അറിയാം, ഹെൽപ്പ് അറിയാം, പിന്നെ റൺ അറിയാം, ഷട്ട് ഡൗൺ അറിയാം അല്ലെ. പ്രോഗ്രാംസ് എന്തിനാണ് ഉപയോഗിക്കുക? ലഭ്യമായ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ? ലഭ്യമായ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ്. ഓക്കെ. ഡോക്യുമെന്റ് എന്താണ്? മുമ്പ് ഉപയോഗിച്ച ഡോക്യുമെന്റ് ലിസ്റ്റ്. അതായത് മുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ നമ്മുടെ ഡോക്യുമെന്റ്സിലെ ലിസ്റ്റ് ആണ് ഡോക്യുമെന്റ്സിൽ വരാം. ഇനി സെറ്റിംഗ്സിൽ എന്താ വരാ? നമുക്ക് എന്തെങ്കിലും സെറ്റിംഗ്സ് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഇനി ഫൈൻഡ്, ഇനി എവിടെയാണ് ഫയൽ ഇരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയങ്ങൾ, അതായത് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇനി റൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങാം, അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ റൺ എന്ന് പറഞ്ഞാൽ. ഇനി ഷട്ട് ഡൗൺ എന്താണ്? നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യില്ലേ, അപ്പൊ അതിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി എന്താണ് റീസൈക്കിൾ ബിൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ് അല്ലെ. എന്താണ് റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ? റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതിലോട്ടാണ് ഡിലീറ്റ് ആയി പോകുന്നത്? റീസൈക്കിൾ ബിന്നിലോട്ടാണ് ഡിലീറ്റ് ആയി പോകുന്നത്. അത് ചിലപ്പോ 60 ഡേയ്സോ 3 ഡേയ്സോ വരെ അത് ഇരിക്കാൻ സാധിക്കും. ഒരു മാസം വരെ അതിലുണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ. ഇനി നമുക്ക് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ടാസ്ക് ബാർ. ഓക്കെ, ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാസ്ക് ബാർ എന്നത് എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാട്ടോ, നമുക്ക് ക്ലാസ് ഡിസ്റ്റർബ് ആവരുത്. ഓക്കെ. അപ്പൊ ഏത് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന ടാസ്ക് ബാറിൽ കാണിക്കുന്നതാണ്. എന്താണ്? ഒരു ടാസ്ക് ബാർ എന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ ഒരു ഘടകമാണ്. അതായത് GUI എന്നൊരു യൂസറിന്റെ എന്താണ് ഘടകമാണ് എന്റെ ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ. ഏത് പ്രോഗ്രാമുകളാണോ അല്ലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന ടാസ്ക് ബാറിൽ കാണിക്കും. ഏത് പ്രോഗ്രാമിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ടാസ്ക് ബാറിൽ എന്താണ് കാണിക്കാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടറിൽ നിലവിലുള്ള സജീവമായ പ്രോഗ്രാമുകൾ എന്നാണ് ടാസ്ക് ബാർ വഴി അറിയാൻ കഴിയുന്നു. അതായത് ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് വഴി അറിയാൻ പറ്റുന്നു? ടാസ്ക് ബാർ വഴി എന്ത് ചെയ്യുന്നു? അറിയാൻ സാധിക്കുന്നു. ഓക്കെ. ഗൈഡിന്റെ ഏത് പേജിലാ? ഗൈഡ് 27. ഇതിൽ ആരെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? പറ്റാവുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കോട്ടെ. നമുക്ക് ഒറ്റയ്ക്കിരുന്ന ക്ലാസ് പറയണ പോലെ ഉണ്ട്. പറ്റാവുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കുവോ? ഒരു ക്ലാസ് റൂമിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. ഓക്കെ, അപ്പൊ മാക്സിമം പറ്റാവുന്നവരൊന്ന് വീഡിയോ ആണ് കേട്ടോ. എന്നാലേ നമുക്ക് നിങ്ങൾ എന്താ ചെയ്യണേന്നും എന്താ പഠിക്കാണോ അല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഓക്കെ. അപ്പോ നമ്മൾ എന്താണ് പഠിച്ചത്? എന്തൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാൽ എന്ത് പഠിച്ചു. ഓക്കെ. അപ്പൊ എന്താണ് ടാസ്ക് ബാർ എന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലെ കുറച്ച് പ്രോഗ്രാംസുകൾ എന്താണെന്ന് പഠിച്ചു അല്ലെ. ഓക്കെ.
അപ്പൊ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണ്? പ്രോഗ്രാം ചെയ്യാനായിട്ട് ലഭ്യമായ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് എന്താ ചെയ്യേണ്ടത്? മുമ്പ് ചോദിച്ച ഡോക്യുമെന്റ് ലിസ്റ്റ് എടുക്കുക. പിന്നെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റിംഗ്സിൽ നമുക്ക് മാറ്റം വരുത്താം അല്ലെ? സെറ്റിംഗ്സിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലെ? ഓക്കെ. ഇനി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും ഹെൽപ്പിൽ. ഇനി റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? റൺ എന്ന് പറഞ്ഞാൽ. കേൾക്കുന്നില്ല എല്ലാരും? പേജ് നമ്പർ 25 അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഷട്ട് ഡൗൺ അറിയാലോ? നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷട്ട് ഡൗൺ എന്ന് പറയുക. ഓക്കെ. ഇനി റീസൈക്കിൾ ബിന്നും ടാസ്ക് ബാറും മനസ്സിലായില്ലേ? റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഫയൽസോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് റീസൈക്കിൾ ബിന്നിലായിരിക്കും പോവുക. അപ്പൊ റീസൈക്കിൾ ബിന്നിന് എന്ത് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഒരു മാസം വരെ അതിൽ കിടക്കും. നിങ്ങളുടെ ഫോണിൽ കണ്ടിട്ടില്ലേ റീസൈക്കിൾ ബിൻ? അതുപോലെ കമ്പ്യൂട്ടറിലും റീസൈക്കിൾ ബിൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമുക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്? അത് ഓരോന്നായിട്ട് വായിക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേജ് നമ്പർ 27 ഉണ്ട് കേട്ടോ. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെന്താണ്? ഓൾ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഓൾ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഏത് ഫോൾഡർ ആണോ വേണ്ടത് അത് തെരഞ്ഞെടുക്കുക. ഉദാഹരണത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആക്സസറീസ് എന്ന പെയിന്റ് തെരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കുക അല്ലെ? ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. ഓൾ പ്രോഗ്രാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ഫോൾഡർ ആണോ വേണ്ടത് ആ ഫോൾഡർ എന്ത് ചെയ്യണം? ആക്സസറീസ് അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞതാണ്, അതല്ല കേട്ടോ. ആക്സസറീസിൽ നിന്ന് പെയിന്റ് തെരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ഓർഡർ അല്ലേ നിങ്ങളുടെ? ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൗ ടു ക്വിറ്റ് എ പ്രോഗ്രാം അല്ലേ? ഓർഡർ അല്ലേ? ഓക്കെ. അപ്പോ ഒരു പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ക്രീനിന്റെ മുകളിൽ വശത്ത് എന്ത് ചെയ്യണം? വലത് സൈഡിൽ ഒരു ക്ലോസ് ബട്ടൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ചെയ്യുക. ഇൻഡു എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഏതൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ എന്താ വരിക? ഒരു ഇൻഡു മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഇത് വരും അല്ലെ? കണ്ടിട്ടില്ലേ? മൈനസ് സിമ്പിൾ, ഇൻഡുവിന്റെ സിമ്പിൾ. ഇൻഡു ഞെക്കി കഴിഞ്ഞാൽ എന്താ വരാ? ക്വിറ്റ് ആയി പൊക്കോളും പ്രോഗ്രാം. ഓക്കെ. ഇനി റൈറ്റ് എ സ്റ്റെപ്സ് ടു സെർച്ച് ഫയൽ ഓർ എ ഫോൾഡർ. എന്താണ്? ഒരു ഫയല് എന്ത് ചെയ്യണം? നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാത്തിലും സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് എന്ത് പ്രോഗ്രാമും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾ ഫയൽസ് ഫോൾഡേഴ്സ് തിരഞ്ഞെടുക്കുക. ഏതാണ് എടുക്കേണ്ടത്? ഓൾ ഫയൽസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം ഏത് ഫയലാണോ ഫോൾഡർ ആണോ വേണ്ടത് അതിന്റെ പേര് അടിച്ചു കൊടുക്കുക. ഏത് ഫയലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന്റെ പേര് എന്ത് ചെയ്യണം? അടിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ എന്താണ്? ഫയലോ ഫോൾഡറോ എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സെർച്ച് എന്ന് പറഞ്ഞതാണ് അടിച്ചു കൊടുക്കുക. അത് മാത്രം ഓർത്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായാലും ഇംഗ്ലീഷിലായിരിക്കൂലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്തത് എന്താണ് വിൻഡോ എക്സ്പ്ലോറർ? എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഇംഗ്ലീഷ് ഉള്ളവരുണ്ടോ ഇതില്? ആരുമില്ല അല്ലെ? കണ്ടു. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ നോക്കട്ടെ. ഓക്കെ. ഒരു കമ്പ്യൂട്ടറിന്റെ എന്താണ്? ഡ്രൈവ്, ഫോൾഡർ,
ഫയലുകൾ കണ്ടെത്താൻ കൈകാര്യം ചെയ്യുന്ന ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ് വിൻഡോ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പ്യൂട്ടറിലെ ഫയൽ ഫോൾഡർ ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻഡോ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ഡ്രൈവും ഫോൾഡറും പ്രത്യേകം തുറക്കുന്നതിന് പകരം ഒറ്റ സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണുവാൻ സാധിക്കും. അപ്പൊ ഓരോ സ്ലൈഡും ഓരോ കാര്യങ്ങളൊക്കെ തുറക്കുന്നതിന് പകരം എന്താണ് വിൻഡോസിൽ എന്താണ് ഒറ്റ ഇതിൽ കാണാൻ സാധിക്കും. അതിനെയാണ് എന്ന് പറഞ്ഞ എന്താണ് വിൻഡോ എക്സ്പ്ലോറർ. വിൻഡോ എക്സ്പ്ലോററിന്റെ ഇടതുവശ കമ്പ്യൂട്ടറിന്റെ എന്താണ് ഡ്രൈവിന്റെയും ഫോൾഡറിന്റെയും വിവരങ്ങൾ കാണാൻ സാധിക്കും. വിൻഡോസ് എക്സ്പ്ലോററിന്റെ ഇടതുവശത്ത് കമ്പ്യൂട്ടറിലുള്ള ഡ്രൈവിന്റെ ഫോൾഡറും എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഇടതുവശത്ത് അല്ലേ? ഇടതുവശത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഡ്രൈവിന്റെ ഫോൾഡറും വിവരങ്ങളും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഡ്രൈവിന്റെ ഫോൾഡറും വിവരങ്ങളും കാണാൻ സാധിക്കുന്നത്. അതേസമയം വലതുവശത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫോൾഡറിന്റെയും ഡ്രൈവിന്റെയും വിവരങ്ങൾ കാണാൻ സാധിക്കുന്നു. വലതുവശത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ഫോൾഡറും വിവരങ്ങളും കാണാൻ സാധിക്കുന്നു. അപ്പൊ വിൻഡോ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഇതിൽ കാണാൻ സാധിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വിൻഡോയിൽ കാണാൻ പറ്റുന്നതിനെയാണ് വിൻഡോ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒറ്റ വിൻഡോയിൽ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻഡോ എക്സ്പ്ലോറർ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഫയലിന്റെ റീനെയിം, അതായത് പേര് മാറ്റുക? ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ എഴുതിക്ക? സ്റ്റാർട്ട് ബട്ടൺ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഫയൽ ഞെക്കണം. അത് കഴിഞ്ഞിട്ട് എന്തിനാണ്? ഫയൽ ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പേര് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് പേര് മാറ്റണം. അതായത് ഇപ്പൊ ഏതെങ്കിലും പേര് എഴുതണമെങ്കിൽ, ഒരു പുതിയ പേര് എഴുതണമെങ്കിൽ ആ ഫയലിൽ എന്ത് ചെയ്യാം? പേര് മാറ്റാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അതില് എന്താണ്? ആ ഡോക്യുമെന്റ് പേര് മാറിക്കിട്ടും. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ഫയൽ ഡിലീറ്റ് ചെയ്യുക? എവിടെയാണ് കിടക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞത് റീസൈക്കിൾ ബിന്നിലാണ് ഫയൽ കിടക്കുക. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് എന്താണ്? ഫയൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യണം? ഡിലീറ്റ് എന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഫയലിൽ തന്നെ സൈഡിൽ ഉണ്ടാവും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കുക. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാവും? റീസൈക്കിൾ ബിന്നിൽ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ കളയണമെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ആ ഫയൽ പൊക്കോളും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്കൊരു ഫോൾഡർ, കമ്പ്യൂട്ടറിൽ ഒരു ബോക്സ് പോലത്തെ ഒരു മഞ്ഞ കളർ കാണാറില്ലേ? നമ്മുടെ ഫോണിൽ ഒരു ഫയൽ കാണാറില്ലേ? അതുപോലെ കമ്പ്യൂട്ടറിൽ ഒരു മഞ്ഞ കളർ സാധനം ഉണ്ടോ? അതിനാണ് ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോൾഡർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? ആദ്യം നമ്മൾ സ്റ്റാർട്ട് ഞെക്കുക, അത് കഴിഞ്ഞ ഡോക്യുമെന്റിൽ ഞെക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫയലില് മെനു ഞെക്കുക, അത് കഴിഞ്ഞിട്ടോ സെലക്ട് ഫോൾഡർ ചെയ്യുക, എന്നിട്ട് ന്യൂ ഫോൾഡർ അടിക്കുക. ന്യൂ ഫോൾഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേര് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. എന്നിട്ട് അവിടെ ഒരു ഫോൾഡർ വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ആ ഫോൾഡറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി എന്താണ് ഫോൾഡർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഫോൾഡർ? നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നോട്ട്സോ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒരു പുതിയ ഫോൾഡറിൽ എന്ത് ചെയ്യാൻ പറ്റും? അതില് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൾഡർ ഉപയോഗിക്കുക, അല്ലെ? ഇനി എന്താണ് എങ്ങനെയാണ് നമുക്ക് ഒരു ന്യൂ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്ക് ന്യൂ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക? ആദ്യം തന്നെ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് ആ പാനലിലോട്ട് ആഡ് ചെയ്തിട്ട് പ്രോഗ്രാംസ് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആഡ് ന്യൂ പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇൻസ്റ്റാൾ ആവണ എങ്ങനെയാണ്? ആദ്യം തന്നെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ ആഡ് റിമൂവ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. ആഡ് റിമൂവ് പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം അതിൽ കിടക്കുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ന്യൂ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. ആൻഡ് റിമൂവ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ന്യൂ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക.
പിന്നീട് എവിടെയാണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണത് അവിടെ കൊണ്ടുപോയി സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ എന്ത് ഇൻസ്റ്റാൾ ആയിക്കോളും? സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ റിമൂവ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക? എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്യുക? പേജ് നമ്പർ 32 എടുക്കാത്തവര് പേജ് നമ്പർ 32 എടുക്കാട്ടോ. ഓക്കെ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ആൻഡ് റിമൂവ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. നേരത്തെ സ്റ്റെപ്പ് സെയിം തന്നെ. അത് കഴിഞ്ഞിട്ടോ ചേഞ്ച് റിമൂവ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് റിമൂവ് അല്ലേ, ഇത് ചേഞ്ച് റിമൂവ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ അതിനുശേഷം മാറ്റാവുന്ന നീക്കം ചെയ്യാവുന്ന ഈ പ്രോഗ്രാം സെലക്ട് ഏതാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിനു ശേഷം റിമൂവ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പിന്നെയോ കൺട്രോൾ പ്ലാനർ ക്ലിക്ക് ചെയ്യുക. പിന്നെയോ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. പിന്നെ ചേഞ്ച് റിമൂവ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെയോ പ്രോഗ്രാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ബട്ടൺ ആണ് ചെയ്യുന്നത്? റിമൂവ് ചെയ്യാനായിട്ട് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പഠിച്ചു അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു. എങ്ങനെയാണ് വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെയോ എന്താണ് റീസൈക്കിൾ ബിൻ അഥവാ ടാസ്ക് ബാർ എന്താണെന്ന് പഠിച്ചു അല്ലെ? പിന്നെ എന്താണ് പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പഠിച്ചു. അതുപോലെ പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് വിൻഡോ എക്സ്പ്ലോറർ എന്ന് പഠിച്ചു. പിന്നെ ഒരു ഫയൽ എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്യുക എന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അത് ബേസിക് ആണ്, നമ്മുടെ കൊച്ചിലെ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ് അല്ലെ. ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെ? ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ എന്താണ് ഫോൾഡർ എന്ന് പഠിച്ചു. പിന്നെ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളും റിമൂവും ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇനി അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടോ നിങ്ങള്? പേജ് നമ്പർ 33 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ. ഡിലീറ്റഡ് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ. നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡിലീറ്റഡ് ഫയൽസ്? റീസൈക്കിൾ ബിൻ അല്ലെ? പേജ് നമ്പർ 33. അണ്ടർ ഫയൽ ക്ലിക്ക് ഡാഷ് ആൻഡ് സെലക്ട് ഫോൾഡർ. എങ്ങനെയാണ് ഫോൾഡർ സെലക്ട് ചെയ്യുക? റൈറ്റ് മൗസ് ബട്ടൺ, അതായത് മൗസിലെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർ ഫയലിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. വെൻ യു സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ദ ടാസ്ക് ബാർ അപ്പിയേഴ്സ് ഡാഷ് ഓൺ ദ സ്ക്രീൻ. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് ബാർ എവിടെയാ കിടക്കുക? ബോട്ടത്തിലാണ് കിടക്കുക. അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിലീറ്റഡ് ഫയൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? റീസൈക്കിൾ ബിന്നിലാണ് ഡിലീറ്റഡ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് സെലക്ട് ഫോൾഡർ ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക? റൈറ്റ് മൗസ് ബട്ടൺ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ടാസ്ക് ബാർ അവിടെ എവിടെയാണ് അപ്പിയേഴ്സ് ചെയ്യുക? ബോട്ടത്തിലാണ് അപ്പിയേഴ്സ് ചെയ്യുക. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് പഠിപ്പിച്ചായിരുന്നല്ലേ? മൂന്നാമത്തെ ചാപ്റ്റർ ആണോ മിസ്സേ? അത് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ജസ്റ്റ് തുടങ്ങി വെക്കാട്ടോ. വേർഡ് പ്രോസസ്സിംഗ് എന്നാൽ എന്താണ്? വേർഡ് പ്രോസസ്സിംഗ് എന്നാൽ എന്താണ്? നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മള് റിപ്പോർട്ടും അതുപോലെ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കില്ലേ നിങ്ങൾക്ക്? അതെന്തിലാ ചെയ്യാ? വേർഡിലാണ് ചെയ്യാ. മിസ്സുമാര് ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ എന്തിലാണ്? വേർഡിലാണ് അല്ലെ? ആ ഒരു വേർഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ട്, ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വേർഡിൽ ചെയ്യാം. ഓക്കെ അല്ലെ? അങ്ങനെ അതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? കത്തുകൾ, റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ്. അതുപോലെ തന്നെ
എന്ത് ചെയ്യാ ടേബിളും കാര്യങ്ങളൊക്കെ ചാർട്ടും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണത് വേർഡ് പ്രോസസ്സിംഗിൽ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും വേർഡ് പ്രോസസ്സിംഗിൽ വരിക? സ്പെല്ലിങ്, വ്യാകരണം ശരിയാക്കുന്നു, സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ ശരിയാക്കും. ഓക്കെ. പിന്നെ ചിത്രങ്ങളും ഫോട്ടോകളും മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും ഉൾപ്പെടുത്തുന്നു. ചിത്രങ്ങൾ, ഫോട്ടോകളൊക്കെ എന്ത് ചെയ്യുന്നു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി ഒന്നിലധികം വിൻഡോകൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഒന്നിലധികം വിൻഡോസ് ഒരുമിച്ച് അതിലെന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി മെയിൽസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ മെയിലിംഗ്, ലേബൽ, മാസ് മെയിലിംഗ് മുതലായവ ചെയ്യുവാൻ സാധിക്കും. എന്തൊക്കെയാണ് മെയിലിംഗ്, ലേബൽ, മാസ് മെയിലിംഗ് മുതലായവ ചെയ്യുവാൻ സാധിക്കും. ഇനി പ്രൊഫഷണൽ ഡോക്യുമെന്റ് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. പ്രൊഫഷണൽ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാം. പിന്നെ വലിയ ഡോക്യുമെന്റ്സ് വളരെ വേഗത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെയോ പല വലുപ്പത്തിൽ പ്രിന്റ് ചെയ്യുവാനും സാധിക്കും. ഓക്കെ. ഇനി PDF ആക്കാനും XPS ആക്കാനും ഫോർമാറ്റിലാക്കാനും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മൂട് പോലെ ഇരിക്കും. ചോദിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കട്ടെ. ഓക്കെ. ഇനി എന്തൊക്കെയാണ് MS വേർഡ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് സ്റ്റെപ്സുകൾ? എന്താണ്? ആദ്യം തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുക? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്കപ്പ് തന്നെ പോകും. ഓക്കെ. എന്തോ സിലബസ് മിസ്സിനോട് ചോദിച്ചു. മിസ് അയച്ചു തരൂ കേട്ടാ നിങ്ങൾക്ക് സിലബസ്. നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ചോദിക്ക്. എല്ലാവരും സിലബസ് ചോദിക്കട്ടോ. ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യണം. പിന്നെ MS വേർഡ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് MS വേർഡ് പ്രോഗ്രാം വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി 37 പേജില് ഇൻസർട്ടേഷൻ പോയിന്റ്. ഇൻസർട്ടേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്ന് തീർക്കാം, കുഴപ്പമില്ല. ടൈപ്പിംഗ് ഏരിയയിൽ കാണുന്ന മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കറുത്ത വെർട്ടിക്കൽ ലൈനെയാണ് ഇൻസർട്ടേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. മിന്നിക്കൊണ്ടിരിക്കുന്ന എന്താണ്? കറുത്ത വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസർട്ടേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി മൗസ് പോയിന്റർ എന്നാൽ എന്താണ്? കമ്പ്യൂട്ടർ മോണിറ്ററിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക തര ചിഹ്നമാണ് മൗസ് പോയിന്റർ. കമ്പ്യൂട്ടർ എന്താണ് മോണിറ്ററിൽ എന്താണ് മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം ചിഹ്നമാണ് എന്താ മൗസ് പോയിന്റർ എന്ന് പറഞ്ഞാൽ. ഇനി എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ എന്താണ്? എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ ഒരു ഡോക്യുമെന്റ് അവസാനം കാണുന്ന ഒരു ചെറിയ ലൈൻ ആണ് എൻഡ് ഓഫ്. അതായത് ഒരു ഡോക്യുമെന്റ് അവസാനം ഒരു ചെറിയ ലൈൻ കാണുമല്ലോ, ആ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ. ഓക്കെ. ഇനി എന്താണ് മെനു? എന്താണ് മെനു? മെനു എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കാവുന്ന രീതിയിലെ ഘടകങ്ങളെ ലിസ്റ്റ് മെനു എന്ന് പറയുന്നു. നമുക്ക് എന്തെങ്കിലും പേര് കാര്യങ്ങൾ കുറെ ലിസ്റ്റ് തരാണ്. ആ ഒരു ലിസ്റ്റിൽ നമ്മൾ ഫുഡ് കൗണ്ടറിൽ, അതായത് ഹോട്ടൽസ് ഒക്കെ പോയിരിക്കൂലേ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഒരു മെനു കിട്ടില്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും? കുറെ ലിസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെനു എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് നമുക്ക് ഡോക്യുമെന്റ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ തുറന്നിട്ട് ആദ്യം തന്നെ ഓഫീസ് ബട്ടൺ തിരഞ്ഞെടുത്ത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ടൂൾസ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താണ് സബ് മെനു തുറക്കും. സബ് മെനു അതിൽ തുറക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ജനറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സേവ് ഡയലോഗ് ബോക്സ് തുറക്കും. സേവ് ഡയലോഗ് ബോക്സ് തുറക്കും. അവിടെ 2 ബോക്സ് കാണാം. ഓക്കെ, 2 ബോക്സ് കണ്ടതിന് ശേഷം പാസ്വേഡ് ഓപ്പൺ, പാസ്വേഡ് മോഡിഫൈ എന്നൊരു പറയുന്ന 2 ഓപ്ഷൻ കാണാം. അതിൽ തുറക്കുക. അത് കഴിഞ്ഞ് പാസ്വേഡ് ടു ഓപ്പൺ എന്നെടുത്തിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഫയൽസ് പാസ്വേഡ് അടിച്ചു കൊടുത്താലേ നമ്മുടെ ഫോണിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാസ്വേഡ് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരുടെ അടുത്ത് നോക്കും അല്ലേ? ഇനി എന്താണ് റൂളേഴ്സ്? എന്തൊക്കെ ടൈപ്സ് റൂളേഴ്സ് ഉണ്ട്? എന്തിനാണ് റൂളേഴ്സ് ഉപയോഗിക്കുക? നീളം വീതി കാണാനായിട്ട്, അളവുകൾ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൂളേഴ്സ് ഉപയോഗിക്കും. അതുപോലെ എന്താണ്? മാർജിൻ, ടാബ്, ഇൻഡന്റ് കാണാനായിട്ട് ടാബ് ചെയ്യാനും മാർജിൻ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റൂളേഴ്സിന്റെ യൂസസ് ആണ്. ഇനി
ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 39 എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്ന പാസ്വേഡ്? നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾ മനസ്സിലാക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ മോഡിഫൈ എങ്ങനെ ചെയ്യാ? ചേഞ്ച് പാസ്വേഡ് കൊടുക്കും അല്ലെ? ചേഞ്ച് പാസ്വേഡ് കൊടുക്കുമ്പോ അപ്പൊ നമുക്ക് പുതിയൊരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇതൊക്കെ എളുപ്പല്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്തത് എന്തൊക്കെയാണ്, അതായത് ഡോക്യുമെന്റ് ഒന്നിൽ കൂടുതൽ പേജ് ഒറ്റ പേപ്പറിൽ എങ്ങനെ എടുക്കാം? പേജ് നമ്പർ 41 കേട്ടോ. ഒരു ഡോക്യുമെന്റ് ഒന്നിൽ കൂടുതൽ പേജ് ഒറ്റ പേപ്പറിൽ എങ്ങനെ എടുക്കാം? ഡോക്യുമെന്റ് ആദ്യം തുറക്കുക. ഇനിയോ ഓഫീസ് ബട്ടണിൽ നിന്ന് പ്രിന്റ് തിരഞ്ഞെടുക്കുക. എവിടെയാണ്? ഓഫീസ് ബട്ടണിൽ നിന്ന് പ്രിന്റ് തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് അവിടെ എത്ര കോപ്പി വേണം, എന്തൊക്കെ പേജ് വേണം, എന്തൊക്കെ കാര്യങ്ങള് എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടോ നമുക്ക് വേണ്ട പേപ്പറിന്റെ അളവ്, ഒരു പേപ്പറിൽ എത്ര പേജ് വരണം എന്നത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓക്കെ ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡോക്യുമെന്റിൽ ഒന്നിൽ കൂടുതൽ പേജ് ഒറ്റ പേപ്പറിൽ എടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ് ടൂൾ ബാർ? MS വേർഡിൽ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് എന്താണ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ. കമാൻഡ്സ് ലഭ്യമാകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ. ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? MS വേർഡിൽ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ കമാൻഡ്സ് ലഭ്യമാകുന്നതിനാണ്. കമാൻഡ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓർത്തിരിക്കുക ടൂൾ ബാറിന്റെ. ഓക്കെ. കമാൻഡ്സ് എന്താണ് ലഭ്യമാകുന്നതിനാണ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ കുറച്ച് കീവേഡ്സ് ആണ്. നിങ്ങൾ എല്ലാം പഠിക്കേണ്ട വരും. ഏതിന് നമ്മൾ ചോദിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മുടെ 2 ചാപ്റ്ററിൽ. ഇത് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? ചാപ്റ്റർ പഠിക്കാം. പഠിച്ച ജസ്റ്റ് വായിച്ചിട്ട് വരാം. നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് പോലെ നടത്താം. എല്ലാരും വീഡിയോ ഓൺ ചെയ്യേണ്ടി വരും കേട്ടാ. ഓക്കെ അല്ലേ? ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ശരിയാവില്ല. എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തണം. എല്ലാരും ക്യാമറ ഓൺ ചെയ്യണം. ഓക്കെ. ചാപ്റ്റർ ടെസ്റ്റ് ആണ് കേട്ടാ. ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല എന്ന് പറയരുത്. എല്ലാരും ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ എക്സാം എഴുതണം. ഓക്കെ. അപ്പൊ ഞാൻ പറയാ ഏത് ചാപ്റ്റർ പഠിക്കണ്ടെന്ന്. ഇപ്പൊ പഠിച്ച ചാപ്റ്റർ ഇല്ലേ, ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിങ്, അത് ഭയങ്കര എളുപ്പാ. അടുത്ത ക്ലാസ്, അതായത് നിങ്ങൾക്ക് ഇനി എന്നാണോ ക്ലാസ് പറയുന്നത് അന്നായിരിക്കും എന്താണ് എക്സാം. നിങ്ങക്ക് ലിങ്ക് വരില്ലേ ഇനി ക്ലാസ്സിന്റെ, അന്നായിരിക്കും നിങ്ങക്ക് എക്സാം. ഓക്കെ. അല്ല, ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിങ് 3ാമത്തെ ചാപ്റ്റർ. 3ാമത്തെ. എല്ലാരും നന്നായിട്ട് അത് പഠിച്ചിട്ട് വരാം. കാരണം അതിൽ നിന്ന് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാരും ഈ വന്നിരിക്കുന്ന 21ന്റെ 1 പേരും ഇതിൽ റെക്കോർഡഡ് ആണ്. അപ്പൊ 21 പേരും എന്ത് ചെയ്യണം? ക്യാമറ ഓൺ ആക്കി എക്സാം എഴുതണം കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആകുമ്പോ ഇങ്ങനെ കളിച്ചിരിച്ച് അങ്ങനെ ഉറങ്ങി എണീറ്റൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാരും പകുതി മുക്കാൽ പേര് ഉറങ്ങാന്ന് എനിക്കറിയാം അല്ലേ? സുബിനൊക്കെ കിടന്ന് വോട്ട് പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. സുബിനെ ഞാൻ കണ്ടു. എനിക്ക് തന്നെ ഉറക്കം വന്നിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എക്സാമിന് പഠിക്കുക. നമുക്ക് എന്തായാലും എക്സാം ഉണ്ടല്ലോ, ഫൈനല് ഇല്ലേ? ഇതിനു മുന്നേ പഠിച്ചോ? ഓക്കെ. എന്നാ വിച്ച് ചാപ്റ്റർന്നോ? അപ്പൊ ഈ ചേട്ടൻ ഉറങ്ങായിരുന്നു ഇത്ര നേരമായിട്ട്. ഇപ്പൊ ചോദിച്ചാണ്ടോ വിച്ച് ചാപ്റ്റർ എക്സാം എന്ന്? ഇത്ര നേരമായിട്ട് പുള്ളി ഉറങ്ങായിരുന്നു. 3rd ചാപ്റ്റർ എക്സാം.
ഓക്കെ ബേസിക് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. എന്താ ഓക്കെ അപ്പൊ അടുത്ത ആഴ്ച എല്ലാരും പഠിച്ചിട്ട് വരാം. എന്നാ ലെഫ്റ്റ് ആയിക്കോട്ടോ. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കെ താങ്ക് യു മിസ്. താങ്ക് യു.